ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ 2020 വഴിയാണ് ക്ലിയർ ചെയ്ത് ഇന്നത്തെ എൻ്റെ റാങ്ക് 3075 ആയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തുവരെയായിരുന്നു. നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്ത് തീർത്തായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കിനി 15ാമത്തെ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്താണ് 15ാമത്തെ ക്വസ്റ്റ്യൻ? Calculate the enthalpy change for the process CCl4 gives C plus 4Cl. ഈ റിയാക്ഷന്റെ എൻതാൽപി ചേഞ്ച് കാണിക്കാൻ പറയുന്നുണ്ട്. മാത്രമല്ല ക്യാൻ കാൽക്കുലേറ്റ് ദി ബോണ്ട് എൻതാൽപി ഓഫ് CCl ഇൻ CCl4. CCl4ലുള്ള ബോണ്ട് എൻതാൽപിയും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ തന്നേക്കുന്ന എന്തൊക്കെയാണ്? നമുക്ക് ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഓഫ് CCl4 തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് ഫോർമേഷൻ തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് Cl2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെല്ലാം ആദ്യം എഴുതി നോക്കാം. അപ്പൊ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഓഫ് CCl4 എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാല് CCl4 ലിക്വിഡ് CCl4 ഗ്യാസ് ആവുന്നതിന്റെ എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വേപ്പറൈസേഷൻ വാല്യൂസ് അവസാനം എഴുതാം. രണ്ടാമത് തന്നേക്കുന്നത് എന്താണ്? ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CCl4 അല്ലേ. ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് CCl4 എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ സോൾട്ട് പ്ലസ് 2Cl2 ഗ്യാസ്, അത് CCl4 ആണ്. അതായത് ഡെൽറ്റ എച്ച് ഫോർമേഷൻ. പിന്നെ മൂന്നാമത് തന്നേക്കുന്നത് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ. അറ്റോമൈസേഷൻ ഓഫ് കാർബൺ എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റേറ്റിൽ കാർബൺ ഗ്യാസിയസ് സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. അടുത്തത് അതാണ് ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ ഉണ്ട്, ഇതിലൂടെ ഗ്രാഫൈറ്റിക് കേസ്. നാലാമത്തെ ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് ക്ലോറിൻ എന്ന് വെച്ചാൽ Cl2 2 Cl ആവുന്നുണ്ട്. ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് അതായത് വാല്യൂസ് ആദ്യം 30.5 135.5 എല്ലാം കിലോ ജൂൾ പെർ മോളിലാണ്. പിന്നെ അത് 715 242 ഇതെല്ലാം കിലോ ജൂൾ പെർ മോളിലാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഇത്രയാണ് തന്നേക്കുന്നത്. നമുക്ക് വേണ്ട ഇക്വേഷൻ എന്താണ്? CCl4 gives C plus 4Cl അല്ലെ. CCl4 gives C plus 4Cl എല്ലാം ഗ്യാസ് സ്റ്റേറ്റ്. ഇത്രയാണ് തന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് അല്ലേ. ഇതിലേക്ക് നമ്മൾ എങ്ങനെ എത്തും നോക്കാം. നമുക്ക് 4 ഫോർമുല ഉള്ളു. അപ്പൊ ആദ്യം നോക്കാം. നമുക്ക് വേണ്ട ഇക്വേഷനിൽ CCl4 ലെഫ്റ്റ് സൈഡിലാണുള്ളത് അല്ലേ. CCl4 ഗ്യാസ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നമുക്ക് വേണ്ടത് CCl4 ഗ്യാസ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോകാം. CCl4 ഗ്യാസ് വരുന്നത് നമ്മുടെ ഈ ഇക്വേഷനിലാണ് അല്ലേ, ഫസ്റ്റ് ഇക്വേഷനിലാണ് വരുന്നത്. ഫസ്റ്റ് ഇക്വേഷനാണ് CCl4 ഗ്യാസ് വരുന്നത്. അപ്പൊ ഇത് ഇവിടെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യും. ഓക്കെ, പിന്നെ നോക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ഇതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. CCl4ൽ ഡെൽറ്റ എച്ച് ഫോർമേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിൽ CCl4 ലിക്വിഡ് ആണ്. അവിടെ ഓക്കെ, ഇപ്പൊ ശരി. പിന്നെ നോക്കാം. പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു C ഉണ്ട് അല്ലേ, സോറി റൈറ്റ് സൈഡിൽ നമുക്കൊരു C ഗ്യാസ് വേണം അല്ലേ. അത് വരുന്നത് തേർഡ് ഇക്വേഷനിലാണ്. അപ്പൊ ആ തേർഡ് ഇക്വേഷൻ നമുക്ക് അതേപോലെ ഒരു ചേഞ്ചും ഇല്ലാണ്ട് എഴുതാം, നോ ചേഞ്ച്. ഇനി വേണ്ടത് 4Cl. നമുക്ക് Cl വരുന്നത് നാലാമത്തെ ഇക്വേഷനാണ്. അവിടെ 2 Cl ഉള്ളു പക്ഷേ അല്ലേ, അതുകൊണ്ട് നമ്മൾ അതിനെ ഇൻറ്റു 2 ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ CCl4 ലിക്വിഡ് ഉണ്ട്, അത് നമ്മുടെ ഇക്വേഷൻ്റെ ആവശ്യമില്ല. അപ്പൊ അത് നമ്മൾ കട്ടും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇത് ഇട്ട് കൊടുക്കും. ഇതും നോ ചേഞ്ച് ഇല്ലാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ ഇത്രയും ചേഞ്ചസ് എടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യും. അത് നമുക്ക് ചേഞ്ചസ് എടുത്താം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? CCl4 ലിക്വിഡിനെ CCl4 ഗ്യാസിനെ റിവേഴ്സ് ചെയ്യണം. അപ്പൊ CCl4 ഗ്യാസ് CCl4 ലിക്വിഡ് ആണ്. രണ്ടാമത്തേന് ഒരു ചേഞ്ചും ഇല്ലാണ്ട് എഴുതുക. സോറി, ഇതിന് റിവേഴ്സ് ചെയ്യണം, കാരണം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ റിവേഴ്സ് ചെയ്യും.
എന്നാലേ CCl4ഉം ലിക്വിഡ് കട്ടായി പോകത്തുള്ളൂ. അത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? CCl4 ലിക്വിഡ് CS plus 2Cl2 വരും. മൂന്നാമത്തെ ഒരു ചേഞ്ച് ഇല്ലാണ്ട് എഴുതാം. കാർബൺ സോളിഡ് ഗീവ്സ് കാർബൺ ഗ്യാസ്. അവസാനത്തെ ഡബിൾ ചെയ്യുക. 2Cl2 ഗീവ്സ് 2Cl. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത്രയും ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ നോക്കുക ഏതൊക്കെ കട്ടായി പോകുന്നു. CCl4 ലിക്വിഡും പോകും. കാർബൺ സോളിഡും പോകും. 2Cl2ഉം പോകും. പിന്നെ ബാക്കി വരുന്ന എന്തൊക്കെയാണ്? CCl4 ഗ്യാസ് gives 2Cl അല്ല 4Cl. കാർബൺ ഗ്യാസ് പ്ലസ് 4Cl ഗ്യാസ്. നമുക്ക് വേണ്ട ഇക്വേഷനിലേക്ക് നമ്മൾ ഇത്രയും ചേഞ്ചസ് വരുത്തി എത്തിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ അത്രയും ആ ചേഞ്ചസ് എന്താ നമ്മൾ ഡെൽറ്റ വാല്യൂവിൽ വരുത്തുക. അപ്പൊ ഇതെന്തായാലും ഇവിടെ 30.5 റിവേഴ്സ് ചെയ്യുമ്പോൾ -30.5 ആവും. രണ്ടാമത്തത് റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് 135.5 ആവും. മൈനസ് സൈൻ പോവും. ചേഞ്ച് ഇല്ല മൂന്നാമത്തെ വാല്യൂവിന്. ഇത് 715 ആവും. നാലാമത്തത് 242 അതേപോലെ സോറി അതിനെ ഡബിൾ ചെയ്യും. 242 ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 484. ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 1304. 1304 കിലോ ജൂൾ പെർ മോൾ. അതാണ് നമ്മുടെ വേണ്ട റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ an isolated system delta U equal to 0, what will be delta S? ഇത് നമ്മൾ നേരത്തെ തിയറി പഠിച്ചപ്പോൾ കണ്ടതാണ്. ഇപ്പൊ അങ്ങോട്ട് പോവാം. ഇവിടെ പറഞ്ഞു കണ്ടോ? We know that for an isolated system, the change in internal energy remains constant. Therefore, increase in entropy in such system is the natural direction for spontaneous change. അല്ലേ? ഇപ്പൊ എന്താണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡെൽറ്റ യു 0 ആവുമ്പോൾ എന്താണ് ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ എന്താണ് ഇൻക്രീസ് ഇൻ എൻട്രോപ്പിയാണ് നാച്ചുറൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്നുവെച്ചാൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഡെൽറ്റ യു 0 ആയാൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആവുന്നപ്പോഴാണ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോഴാണ് അല്ലേ? ഇൻക്രീസ് ഇൻ എൻട്രോപ്പിയാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇവിടെ ഡെൽറ്റ എസ് എന്ന് പറയുന്നത് ഡെൽറ്റ യു 0 ആകുമ്പോൾ എന്താ ഇവിടെ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞ ഏതൊരു സിസ്റ്റത്തിനും യൂണിവേഴ്സിൽ എന്താണ് യൂണിവേഴ്സ് മൊത്തം എന്താണ് ഒരു പ്രോസസ്സുകളിൽ തനിയെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ എനർജി ലോവർ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഫോർ എ റിയാക്ഷൻ at 298 Kelvin, 2A plus B gives C. Delta H is equal to 400 kilojoule per mole and delta S is equal to 0.2 kilojoule per Kelvin per mole. At what temperature will the reaction become spontaneous considering delta H and delta S to be constant over the temperature range? അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു റിയാക്ഷന്റെ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നത് എന്താണ് ഏത് ടെമ്പറേച്ചറിലായിരിക്കും ഡെൽറ്റ ജി നെഗറ്റീവ് ആവുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെൽറ്റ ജി നെഗറ്റീവ് ആയാലേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും, നമുക്കറിയാം അല്ലേ? അപ്പം 70th ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 400 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. ഡെൽറ്റ എസിന്റെ വാല്യൂ നമുക്ക് 0.2 കിലോ ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും നമ്മൾ എഴുതി. ഇപ്പൊ ഡെൽറ്റ ജിയുടെ ഫോർമുല അറിയാം. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണെന്നറിയാം. അപ്പം നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആകുന്ന എപ്പോഴാണെന്ന് അറിയേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് നമുക്ക് എന്താ എഴുതാം? 0 ആയിട്ട് എഴുതാം. ഡെൽറ്റ ജി 0 ആവുന്ന എപ്പോഴാണ് നമുക്ക് നോക്കാം. ഡെൽറ്റ ജി 0 ആവുന്ന എപ്പോഴായിരിക്കും? ആ ടെമ്പറേച്ചറിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കാം. 400 ഡെൽറ്റ എച്ച് 400 എല്ലാം കിലോ ജൂൾ ആണെന്ന് ആലോചിക്കുക.
മൈനസ് ടി ഇൻറ്റു 0.2. ടി ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 400 എന്ന് വരും. ടി ഈക്വൽ ടു 400 ബൈ 0.2, അല്ലെങ്കിൽ നമുക്ക് 400 അല്ലെങ്കിൽ 4000 ബൈ 2 അല്ലെങ്കിൽ 2000 കെൽവിൻ. ഇല്ലേ എന്ന് വെച്ചാൽ 2000 കെൽവിന് മേലെ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്. അപ്പം ടി ഡെൽറ്റ എസ് എന്താണ് കൂടിയാലേ ഡെൽറ്റ എച്ചിനേക്കാളും കൂടിയാലേ ഡെൽറ്റ ജി നെഗറ്റീവ്. അപ്പൊ 2000 കെൽവിന് മേലെ ആണെങ്കിൽ മാത്രമേ ഡെൽറ്റ ജി ഈക്വേഷനിൽ നെഗറ്റീവ് ആകത്തുള്ളൂ. അപ്പം ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2000 കെൽവിൻ. ഓക്കെ, 2000 കെൽവിന് മേലെ ഈ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For the reaction 2Cl gives Cl2, what are the signs of delta H and delta S? ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് രണ്ട് ക്ലോറിൻ ആറ്റം കൂടി ബോണ്ട് ചെയ്ത് Cl2 എന്താണ് Cl2 മോളിക്യൂളായി. അപ്പൊ ആ സമയത്തുള്ള ഡെൽറ്റ എച്ചിന്റെയും ഡെൽറ്റ എസിന്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബോണ്ട് ഫോർമിങ്ങും ബോണ്ട് ബ്രേക്കിംഗ്. ബോണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻഡോതെർമിക് പ്രോസസ് ആണ്. അപ്പം ബോണ്ട് ഫോമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോതെർമിക് പ്രോസസ് ആണ്, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രണ്ട് Cl ആറ്റം, അല്ലേ, ഒറ്റയ്ക്ക് നിന്ന് രണ്ട് Cl ആറ്റം ബോണ്ട് ഫോം ചെയ്ത് Cl2 മോളിക്യൂളായി. അപ്പൊ അങ്ങനത്തെ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. കാരണം ബോണ്ട് ഫോമിംഗ് എന്ന് പറയുന്നത് എന്താണ്? എക്സോതെർമിക് പ്രോസസ് ആണ്. മാത്രമല്ല ഇനി ഡെൽറ്റ എസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് Cl ആറ്റം ആയിരുന്നു. രണ്ട് Cl ആറ്റം കൂടി ചേർന്നതാണ് ഒരു Cl മോളിക്യൂളായി. എന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു. നമുക്കറിയാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ കൂടുമ്പോൾ എന്താ ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടും. പക്ഷെ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? കുറയുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇവിടെ എൻട്രോപ്പി എന്താണ്? എൻട്രോപ്പിയും കുറയാണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് ഇവിടെ. ഓക്കെ, ഈ റിയാക്ഷൻ സംഭവിച്ചപ്പോൾ എന്താ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസും നെഗറ്റീവ് ആണ്. അത്രയേ ഉള്ളൂ. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ദി റിയാക്ഷൻ 2A plus B gives 2D. ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ എസിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ് നമുക്ക് ചോദിച്ചേക്കുന്നത്? നമുക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ അറിയണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? നമുക്ക് ഡെൽറ്റ എച്ചും വേണം, ഡെൽറ്റ എസ് വേണം. നമുക്ക് ഡെൽറ്റ എസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇൻഡയറക്ട്ലി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ആദ്യം ഡെൽറ്റ എച്ച് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചാൽ ഡെൽറ്റ ജി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലേ, ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്ന വാല്യൂ ആണ് ഈ ഡെൽറ്റ യു, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി തന്നേക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കാം. നമ്മൾ തന്നേക്കുന്ന റിയാക്ഷൻ നോക്കാം, എല്ലാം ഗ്യാസസ് ആണല്ലേ. എയും ബിയും ഡിയും എല്ലാം ഗ്യാസസ് ആണ്. അപ്പൊ ഗ്യാസ് തന്നേക്കുന്നത് എന്തിനാണ്? നമുക്ക് വർക്ക് ഡൺ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അത് തന്നേക്കുന്നത്. അപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം വർക്ക് ഡൺ ഫോർ ഗ്യാസ് നമുക്ക് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എടുക്കാന്ന് നമുക്കറിയാം, അല്ലേ. അത് വെച്ച് നമ്മൾ ആദ്യം വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ കണ്ടുപിടിച്ചാൽ ഇന്റേണൽ എനർജി നമ്മുടെ കയ്യിലുണ്ട്. ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഈ ഫോർമുലയിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാം. അപ്പൊ അതാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് വർക്ക് ഡൺ അല്ലെങ്കിൽ മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഡെൽറ്റ എൻ ജി ആർ ടി എത്രയാന്ന് നോക്കാം. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2 മോൾ ഉണ്ട്, റിയാക്ടന്റ് സൈഡിൽ നമുക്ക് ടോട്ടല് 3 മോൾ ഉണ്ട്. അപ്പൊ 2 - 3 എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പൊ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്ന് വെച്ചാൽ -1 ഇൻറ്റു -1 ഇൻറ്റു ആർ ടി, അല്ലെങ്കിൽ 1 ഇൻറ്റു ആറിന് പകരം 8.314. പിന്നെ ടെമ്പറേച്ചറിന് വേണ്ടി നമുക്ക് ഫ്ലോയില് നോക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നിട്ടില്ല. അത് തരാത്തതുകൊണ്ട് നമുക്ക് എന്താ റൂം ടെമ്പറേച്ചറിൽ നടക്കുന്നതെന്ന് ചിന്തിക്കാം. അതിന് ടെമ്പറേച്ചർ നമുക്ക് 298 ഇട്ട് കൊടുക്കാം. ഇതെന്താ കിട്ടുക നമുക്ക്? വർക്ക് ഡൺ വാല്യൂ 8.314 ഇൻറ്റു 298 നമുക്ക് 2477.5 ജൂൾ എന്ന് കിട്ടും. നമ്മൾ നോക്കുക, നമുക്ക് ഇന്റേണൽ എനർജി അവിടെ എന്താണ്? കിലോ ജൂളിന്റെ വാല്യൂസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ എനർജിയെ നമ്മൾ കിലോ ജൂൾ ആക്കുക എന്ന് വെച്ചാൽ 2.47 അല്ലെങ്കിൽ 48 ആയിട്ട് എഴുതാം നമുക്ക്.
2.48 കിലോ ജൂൾ. ഇത്രയാണ് വർക്ക് ഡൺ. ഇനി മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടിയുടെ വാല്യൂ ആണ് 2.48 കിലോ ജൂൾ. അപ്പൊ നമുക്ക് വർക്ക് ഡൺ കിട്ടി. വർക്ക് ഡൺ കിട്ടിയാൽ നമുക്ക് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാം അല്ലേ? അപ്പൊ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി ആണ്. സോ ഡെൽറ്റ യു ചിലപ്പോൾ ഡെൽറ്റ എച്ച് എന്ത് വരും? ഈ ഡെൽറ്റ യുടെ വാല്യൂ ഇവിടെ കൊടുക്കുക. ഡെൽറ്റ യുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 10.5 അത് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടിയുടെ വാല്യൂ ആണ് പ്ലസ് 2.48 കിലോ ജൂൾ. അപ്പൊ ഡെൽറ്റ എച്ച് എന്ന് വെച്ചാൽ മൈനസ് 10.5 മൈനസ് 2.48 നമുക്ക് 12.98. ഓക്കെ, അപ്പൊ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ കിട്ടിയോണ്ട് ഇനി നമുക്ക് എന്താണ്? ഇനി നമുക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര? മൈനസ് 12.98 കിലോ ജൂൾ ആണ്. പിന്നെ ഇവിടെ മൈനസ് ടെമ്പറേച്ചർ നമുക്ക് 298 ഇടുക. അതിന് ഡെൽറ്റ എസ് നമുക്ക് എത്ര തന്നേക്കുന്നത്? മൈനസ് 45.1 ജൂൾ പെർ കെൽവിൻ. അത് ജൂൾ പെർ കെൽവിൻ തന്നേക്കുന്നത് നോട്ട് ചെയ്യാം. അപ്പൊ അതിന് കിലോ ജൂളൊക്കെ നമ്മൾ വേണ്ടി നമ്മൾ 10⁻³ ഇടുക. ഡെൽറ്റ എസിന്റെ വാല്യൂ 44.1 മൈനസ് 44.1 കിലോ ജൂളാക്കാൻ വേണ്ടി 10⁻³ എന്നുവെച്ചാൽ എന്താ വരിക? ഇത് മൈനസ് 12.98. ഇവിടുത്തെ മൈനസും കൂടെ പ്ലസ് ആവും അല്ലേ? പ്ലസ് 0.298 ഇൻറ്റു 44.1 മൈനസ് 12.98 പ്ലസ് 13.14 എന്ന് വരും. പക്ഷെ ഇത് 0.16 കിലോ ജൂൾ എന്ന് വരും. ഡെൽറ്റ ജിയുടെ വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടി. അതുകൊണ്ട് എന്താണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കത്തില്ല. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. The equilibrium constant for a reaction is 10. What will be the value of delta G0? അപ്പൊ നമുക്ക് എന്താണ് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. ഡെൽറ്റ G0 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ എത്ര? 10 ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഡെൽറ്റ G0 എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 2.303 RT ln K ആണ് അല്ലെ? ലോഗ് K ആണ്. ഇവിടേക്ക് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. എന്താണ്? മൈനസ് 2.303 ഇൻറ്റു 8.314. ടെമ്പറേച്ചർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 300 കെൽവിൻ തന്നിട്ടുണ്ട്. ഇത് ഇൻറ്റു ലോഗ് 10. ലോഗ് 10 എത്ര? 1 എന്ന് വെച്ചാൽ ഇത് എത്ര വരും? നമുക്ക് മൈനസ് 5744 അത്രയും ജൂൾ പെർ മോൾ വരും. അല്ലെങ്കിൽ നമുക്ക് തന്നെ മൈനസ് 5.74 കിലോ ജൂൾ ആണ് ഡെൽറ്റ G0 വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ. കമന്റ് ഓൺ ദി തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി ഓഫ് NO. ഓക്കെ, ഇപ്പൊ NO ഗ്യാസിന്റെ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എന്താ? N2 ഉം O2 കൂടെ റിയാക്ട് ചെയ്ത് NO ഉണ്ടാവും. അതിന്റെ ഡെൽറ്റ എച്ച് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 90 കിലോ ജൂൾ പെർ മോൾ തന്നിട്ടുണ്ട്. പിന്നെ NO വീണ്ടും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ്? NO2 ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എന്താണ് അവിടുത്തെ ഡെൽറ്റ എച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് മൈനസ് 74 കിലോ ജൂൾ പെർ മോൾ ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ റിയാക്ഷനിൽ N2 O2 കൂടെ കമ്പൈൻ ചെയ്ത് NO അതിന്റെ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 90 കിലോ ജൂൾ പെർ മോൾ, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ് അല്ലെ? എന്ന് വെച്ചാൽ ആ പ്രോസസ്സിലൂടെ ഉണ്ടാകുന്ന NO എന്ന് പറയുന്നത് റിയാക്ടൻസിനേക്കാളും എനർജി കൂടിയ ഒരു മോളിക്യൂളാണ്. പക്ഷെ നമ്മൾ നോക്കുക, ആ ഉണ്ടായ NO വീണ്ടും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് NO2 ഉണ്ടാകുമ്പോൾ എന്താണ്? ഹീറ്റ് ലിബറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ മൈനസ് 74 കിലോ ജൂൾ
പെർ മോൾ ആണ് തന്നേക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇപ്പൊ എന്താ ഇവിടെ ആദ്യം NO ഉണ്ടായി. ആ NO ഉണ്ടായപ്പോൾ എന്താ ഹീറ്റ് അബ്സോർബ് ചെയ്ത് ഹയർ എനർജി ലെവലിൽ നിൽക്കുക. അപ്പൊ എന്താണ് വീണ്ടും ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് NO2 ഉണ്ടായി കൂടുതൽ സ്റ്റെബിലിറ്റി കൈവരിക്കാനേ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം NO എന്ന് പറയുന്നത് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി എൻട്രോപ്പി ചേഞ്ച് ഇൻ സറൗണ്ടിങ്സ് വെൻ 1 mole ഓഫ് വാട്ടർ ഈസ് ഫോംഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ്. 1 mole വാട്ടർ ഉണ്ടാകുമ്പോൾ ഉള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം 1 mole വാട്ടർ ഉണ്ടാകുന്നതിന്റെ റിയാക്ഷൻ പറയുക. H2SO2 gives H2O. then delta HF നമുക്ക് വന്നേക്കുന്ന എത്രയാണ്? delta HF formation -286 kilojoule per mole. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? ഡെൽറ്റ സറൗണ്ടിങ് ആണ് ക്വസ്റ്റ്യനിൽ ഇല്ലേ? ഇതാണ് നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്താണ് നമുക്ക് ഡെൽറ്റ എച്ച് ഫോർമേഷൻ എത്രയാണ്? -286 കിലോജൂൾ. എന്ന് വെച്ചാൽ 1 മോൾ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടർ ഫോം ചെയ്യുമ്പോൾ നമുക്ക് സറൗണ്ടിങ്സിലേക്ക് എന്താണ് 286 കിലോജൂൾ പെർ മോൾ തള്ളിവിടുന്നു. ഓക്കെ, എന്ന് വെച്ചാല് സറൗണ്ടിങ്ങിന് ഇത്രയും ഇത്രയും ഹീറ്റ് സറൗണ്ടിങ്ങിന് കിട്ടുന്നു അല്ലേ? അവിടെ മൈനസ് ആയിരുന്നു, സറൗണ്ടിങ്ങിന് കിട്ടുന്നതുകൊണ്ട് ഇവിടെ അത് പ്ലസ് ആയി. നമ്മൾ സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചത്. ഡെൽറ്റ എച്ച് അല്ല ഡെൽറ്റ എസ്. നമുക്കറിയാം ഡെൽറ്റ എസിന്റെ ഫോർമുല എന്താണ്? Q by T ആണ്. Q by T നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇവിടെ ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇപ്പൊ എന്ത് വരും? Q സറൗണ്ടിങ് ബൈ ടെമ്പറേച്ചർ വരും. നമുക്കറിയാം Q സറൗണ്ടിങ് ഇവിടെ ഇപ്പൊ എത്ര വന്നേക്കുന്നത്? 286 ആണ്. ഇത്രയും കിലോ ജൂൾ. യൂണിറ്റ് ചിലപ്പോഴും ശ്രദ്ധിക്കാം. ഈ ടെമ്പറേച്ചർ നമുക്ക് എന്താണ് സറൗണ്ടിങ്സ് നമുക്ക് റൂം ടെമ്പറേച്ചർ ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പം 298 ഇതാ. ഇത് നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് 9597 ഇത്രയും കിലോ ജൂൾ എന്ന് കിട്ടും. ഡെൽറ്റ എസ് സറൗണ്ടിങ്സ് ജൂൾ പെർ മോൾ പെർ കെൽവിൻ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിന് നമുക്ക് 959.7 ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് അല്ലാത്ത ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, use the following data to calculate the lattice enthalpy for NaBr. അപ്പൊ NaBrന്റെ ലാറ്റിസ് എൻതാൽപ്പി കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഒന്ന് സബ്ലിമേഷൻ എൻതാൽപ്പി, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ ഓഫ് സോഡിയം മെറ്റൽ, അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ബ്രോമിൻ തന്നിട്ടുണ്ട്, ബോണ്ട് ഡിസ്ട്രിബ്യൂഷൻ എൻതാൽപ്പി ഓഫ് ബ്രോമിൻ തന്നിട്ടുണ്ട്, ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഫോർ NaBr തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? നമുക്ക് അത് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഓഫ് NaBr ആദ്യം എഴുതാം. അപ്പൊ അതിന്റെ ഫോർമുല എങ്ങനെയായിരിക്കും? ആദ്യം നമുക്ക് സോഡിയം സോളിഡ് സ്റ്റേറ്റ് പ്ലസ് ബ്രോമിൻ ഗ്യാസ്, അതായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? NaBr സോളിഡ്. ഇതാണ് എന്ത്? ഇതാണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ വരുന്നത് അല്ലേ? ഈ റിയാക്ഷനിൽ ഡെൽറ്റ എച്ച് ഫോർമേഷൻ എത്ര തന്നിരിക്കുന്നത്? അത് -360.1 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, ഇത്ര തന്നെ. ഇത് നമുക്ക് എന്താണ്? ഇനി നമുക്ക് വേറെ രീതിയിൽ ഇതിലേക്ക് എത്താം. എങ്ങനെ? ആദ്യം നമുക്ക് സോഡിയത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സോഡിയം നമുക്ക് ആദ്യം ഗ്യാസ് ആക്കും അല്ലേ? സോഡിയം ഗ്യാസ് ആക്കും. എന്നിട്ട് നമുക്ക് എന്താക്കാം? അതിനെ സോഡിയം അയോൺ ആക്കും ഇൻ ഗ്യാസ് സ്റ്റേറ്റ്. ഓക്കെ, നമുക്ക് ഈ ബ്രോമിൻ നമുക്ക് അറ്റോമൈസ് ചെയ്യാം ഇല്ലേ? അറ്റോമൈസ് ചെയ്യുമ്പോൾ നമുക്ക് Br2 എന്നുള്ളത് നമുക്ക് എന്താ Br ആവും. എന്നിട്ട് അതിനൊരു ഇലക്ട്രോൺ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു, Br-
ഓക്കെ. പിന്നെ Na പ്ലസ് ഗ്യാസും Br മൈനസ് ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് ഇതാവും നമുക്ക് NaBr ഉണ്ടാവും. ഈ രീതിയിൽ നമുക്ക് റിയാക്ഷൻ നടത്താം അല്ലേ. അപ്പൊ നോക്കാം, Na സോളിഡ് Na ഗ്യാസ് ആവുന്നത് എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ വരുന്നു അവിടെ അല്ലേ. എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, ഇവിടെ എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ. പിന്നെ ഗ്യാസ് Na പ്ലസ് ആകുമ്പോൾ അവിടെ അയനൈസേഷൻ എൻതാൽപ്പി വരുന്നു. പിന്നെ ഹാഫ് Br ടു 1 മോൾ Br ആകുമ്പോൾ അവിടെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വരുന്നു. പക്ഷെ അവിടെ 1/2 മോൾ ബ്രോമിന്റെ നമ്മൾ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ എന്താ അതിന്റെ ഹാഫ് എടുക്കണം. പിന്നെ ബ്രോമിൻ എന്താണ്, ഒരു മോൾ ബ്രോമിൻ ആറ്റം എന്താണ് ഒരു ഇലക്ട്രോൺ ആകുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് എന്താണ് സോഡിയം അയോണും ബ്രോമിൻ അയോണും കൂടെ ചേർന്ന് NaBr ആയിരുന്നു. അവിടെ എന്താണ് അവിടെ ലാറ്റിസ് എൻതാൽപ്പി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഹെസ്സസ് ലോ വെച്ച് എന്താണ് രണ്ട് പ്രോസസ്സിനും ഉള്ള ടോട്ടൽ എൻതാൽപ്പി സെയിം ആയിരിക്കണം അല്ലേ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഡെൽറ്റ എഫ് ഫോർ എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരാം, ഡെൽറ്റ എൽ സബ്ലിമേഷൻ പ്ലസ് അയനൈസേഷൻ എൻതാൽപ്പി പ്ലസ് ഹാഫ് ഇൻറ്റു bond dissociation enthalpy plus electron gain enthalpy of bromine plus lattice enthalpy. ഇത് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇവിടെ നമുക്ക് ലാറ്റിസ് എൻതാൽപ്പിയാണ് വേണ്ടത്. അപ്പൊ ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് വേണം. അപ്പം ഡെൽറ്റ എഫ് എച്ച് നമുക്ക് എല്ലാത്തിന്റെ വാല്യൂസ് നമുക്ക് എഴുതാം. ഡെൽറ്റ എച്ച് എഫ് എത്രയാണ്, -360.1 ആണ്. അത് ഈക്വൽ ടു എന്താണ്, സബ്ലിമേഷൻ എൻതാൽപ്പി എത്ര തന്നേക്കുന്നത് 108.4 പ്ലസ് അയനൈസേഷൻ എൻതാൽപ്പി എത്ര തന്നേക്കുന്നത് 496. ഇനി ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ പകുതി മതി, 192/2. 92/2 നമുക്ക് എത്ര വരുന്ന 96. പിന്നെ നമുക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എത്ര തന്നേക്കുന്നത് -325. നമുക്ക് ലാറ്റിസ് എൻതാൽപ്പി അതേപോലെ വരും. ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് എന്ത് വരും, ലാറ്റിസ് എൻതാൽപ്പി എന്താ വരിക, -360.1 -108.4 -496 -96 plus 325. നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും -735.5 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ അപ്പൊ എന്താ നമ്മളിവിടെ ഹെസ്സസ് ലോ അപ്ലൈ ചെയ്തു. ടോട്ടൽ ഏത് പ്രോസസ് ആണെങ്കിലും എൻതാൽപ്പി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഇപ്പം തുടക്കത്തിലും അവസാനത്തിലും എന്താണ് എല്ലാത്തിന്റെയും കൂടെ റിയാക്ടൻസും ഇനിഷ്യൽ റിയാക്ടൻസും ഫൈനൽ പ്രോഡക്ട്സും സെയിം ആണെങ്കിൽ നമുക്ക് ഹെസ്സസ് ലോ അപ്ലൈ ചെയ്യാം. അപ്പൊ എല്ലാം കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അത്ര നമ്മളോട് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൻ ദാറ്റ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0 ഫോർ മിക്സിംഗ് ഓഫ് 2 gases. ഇപ്പൊ 2 ഗ്യാസസിന്റെ മിക്സിംഗിന്റെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് 0 ആണ് തന്നിട്ട്. Explain whether the diffusion of these gases into each other in a closed container is a spontaneous process or not. അപ്പൊ നമുക്ക് എന്താണ് ഈ 2 ഗ്യാസിനെയും കൂടെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ എന്താണ് ഇടുകയാണ്, ഒരുമിച്ച് ഇടുകയാണ്. അപ്പൊ അവരുടെ തമ്മിലുള്ള ഡിഫ്യൂഷൻ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ റിയാക്ഷൻ എന്താണ്, 2 ഗ്യാസിന്റെ മിക്സിംഗിന്റെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് 0 ആണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു കണ്ടെയ്നറിൽ 2 ഗ്യാസ് ഇട്ട എന്താണ് ആ ഗ്യാസസ് മാക്സിമം ഡിഫ്യൂഷൻ നടക്കുമല്ലേ, അല്ലെങ്കിൽ ഏറ്റവും റാൻഡംനെസ് കൂട്ടാനായിരിക്കും ആ 2 ഗ്യാസസ് ശ്രമിക്കുക. അപ്പൊ ഡിഫ്യൂഷൻ എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കും. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നതിന്റെ കാരണം എന്താ, ഡിഫ്യൂഷൻ മാക്സിമം ആയിട്ട് നടന്നാൽ റാൻഡംനെസ് കൂടും. ഡിഗ്രി ഓഫ് റാൻഡംനെസ് കൂടുന്നതുകൊണ്ട് റാൻഡംനെസ് കൂടുന്നത് എന്താണ് ഡിഫ്യൂഷൻ മാക്സിമം ആയിട്ട് നടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഡിഫ്യൂഷൻ നടക്കും, എന്നാലേ അതുകൊണ്ട് റാൻഡംനെസ് കൂടുന്നതുകൊണ്ട് ഡെൽറ്റ എസ് പോസിറ്റീവ് ആവും, റിയാക്ഷൻ സ്പോണ്ടേനിയസ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആൻഡ് പാത്ത് ഫംഗ്ഷൻസ് ഔട്ട് ഓഫ് ദി ഫോളോയിങ്. എൻതാൽപി, എൻട്രോപ്പി, ഹീറ്റ്, ടെമ്പറേച്ചർ, വർക്ക്, ഫ്രീ എനർജി. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പാത്ത് ഫംഗ്ഷനും സ്റ്റേറ്റ് ഫംഗ്ഷനും ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്. ആദ്യം എൻതാൽപി. എൻതാൽപി പാത്ത് ഫംഗ്ഷൻ ആണോ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ? എൻതാൽപി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ. രണ്ടാമത് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഹീറ്റ്. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാത്ത് ഫംഗ്ഷൻ അല്ലേ. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പിന്നെ വർക്ക്, ഫ്രീ എനർജി. വർക്ക് എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ. ഫ്രീ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. Although heat is a path function, but heat absorbed by the system under certain specific conditions is independent of path. What are these conditions? Explain. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻ പറയുന്നത് ഹീറ്റ് ഒരു പാത്ത് ഫംഗ്ഷൻ നമുക്കറിയാം, പക്ഷേ ചില സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഹീറ്റ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആവും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആവും. അപ്പൊ ആ സ്പെഷ്യൽ കണ്ടീഷൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഹീറ്റ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആവുന്ന രണ്ട് സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് എന്താണ്, നമ്മൾ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം നടത്തുക. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമുക്ക് നടക്കുന്നത് നമുക്കറിയാം. കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് ഡൺ അല്ലെങ്കിൽ മൈനസ് പി ഡെൽറ്റ വി. കോൺസ്റ്റന്റ് വോളിയത്തിൽ നമ്മൾ ഡെൽറ്റ വി 0 ആയി പോകും അല്ലേ. മൈനസ് പി ഇൻറ്റു 0 ആയി പോകും. അപ്പൊ വർക്ക് ഡൺ 0 ആയി പോകും. അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് ഇക്വേഷൻ എന്താ നമുക്കറിയാം. ഇക്വേഷൻ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഇവിടെ ഡബ്ല്യു 0 ആയി പോകും. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് 0 ആയി പോകും. അപ്പൊ അതുകൊണ്ട് ക്യൂ എന്താവും? ക്യൂ എന്ന് വെച്ചാൽ ഡെൽറ്റ യു ആവും. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആവും. ഈ കേസിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ യു ഈക്വൽ ആണ്. അപ്പം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ യു ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ കേസിൽ ക്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ എന്താണ്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ നമുക്കറിയാം ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഈ ക്യൂ പ്ലസ് ഡബ്ല്യു വർക്കിന് പകരം നമ്മൾ മൈനസ് പി ഡെൽറ്റ വി ഇട്ടു. പക്ഷെ നമുക്കറിയാം ഡെൽറ്റ യുവിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഡെൽറ്റ എച്ച് മൈനസ് പി ഡെൽറ്റ വി അല്ലേ. അല്ലെങ്കിൽ നമുക്ക് പറയാം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്താണ്? ക്യൂ ഈക്വൽ ടു ഡെൽറ്റ എച്ച്. നമുക്കറിയാം അല്ലെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്? എൻതാൽപി ചേഞ്ച് ആണ്. എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ ക്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പൊ കോൺസ്റ്റന്റ് വോളിയത്തിന്റെ കേസിലും കോൺസ്റ്റന്റ് പ്രഷറിന്റെ കേസിലും ഹീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Expansion of a gas in vacuum is called free expansion. Calculate the work done and the change in internal energy when 1 liter of ideal gas expands isothermally into vacuum until its total volume is 5 liter. അപ്പൊ നമുക്കിവിടെ ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഗ്യാസ് ഇൻ വാക്വം, വാക്വത്തിലുള്ള ഗ്യാസിന്റെ ഫ്രീ എക്സ്പാൻഷൻ ആണ്. ഇവിടുത്തെ വി ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഫൈനൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? 5 ലിറ്റർ ആണ്. നമ്മൾ തിയററ്റിക്കലി പറഞ്ഞിട്ടുള്ളതാണ് എന്ത്? ഇൻ വാക്വം ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ടോട്ടൽ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ പഠിച്ചതാണ്. നമ്മൾ എങ്ങനെ നോക്കാം. ഇവിടുത്തെ ഡെൽറ്റ വി എന്ന് പറയുന്നത് എത്രയാണ്? 5 - 1 4 ലിറ്റേഴ്സ് ആണ്. നമുക്കറിയാം വർക്ക് ഡൺ ഇക്വേഷൻ എന്താ? വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് മൈനസ് ഓഫ് പി ഡെൽറ്റ ബി ആണ്. അപ്പൊ പി ഡെൽറ്റ ബി പി എന്ന് പറയുന്നത് പി എക്സ്റ്റേണൽ ആണ്. നമുക്കറിയാം ഇൻ വാക്വം പി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് ഡൺ എന്താവും? മൈനസ് ഓഫ് 0 ഇൻറ്റു
ഡെൽറ്റ വി 4 എന്താന്ന് ആയിക്കോട്ടെ. അപ്പൊ എന്താ വർക്ക് ഡൺ ഇവിടെ 0 ആയിപ്പോയി. ഓക്കെ, ഇനി ഐസോതെർമൽ എക്സ്പാൻഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് 0 ആയി പോകും. നമുക്കറിയാം ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ ഇവിടെ ക്യൂ പ്ലസ് ഡബ്ല്യു 0 ആയി പോകും. രണ്ട് 0 ആയി പോയതുകൊണ്ട് ഇത് ടോട്ടൽ ചേഞ്ച് ഇൻ ഇന്റർ എനർജി എന്താവും 0 ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The enthalpy of vaporization of CCl4 is 30.5 kilojoule per mole. Calculate the heat required for the vaporization of 284 gram of CCl4 at constant pressure. എന്താണ് നമുക്ക് തന്നേക്കുന്നത്? നമുക്ക് CCl4ന്റെ enthalpy of vaporization തന്നിട്ടുണ്ട് 30.5 കിലോജൂൾ പെർ മോൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു മോൾ CCl4ന്റെ enthalpy of vaporization നമുക്ക് 30.5 കിലോജൂൾ തന്നെ. പക്ഷെ നമുക്ക് ഇവിടെ എത്രയാണ് തന്നേക്കുന്നത്? 284 ഗ്രാം CCl4ന്റെ enthalpy of vaporization ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 284 ഗ്രാം CCl4 എത്ര മോളാണ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് വെച്ചാൽ എന്താ? ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. അപ്പൊ ഗിവൺ മാസ് എത്ര ഇവിടെ? 284 തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് നമുക്ക് 154 ആണ്. ഇപ്പൊ ഇത്രയും മോൾസ് ഉണ്ട്. നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് മോൾസാണ്. നമുക്ക് ഇൻറ്റു ചെയ്യാം. അപ്പം ഒരു മോളിൻ്റെത് 30.5 കിലോജൂൾ പെർ മോൾ ആയിരിക്കും. കിലോജൂൾ ആയിരിക്കും. അപ്പൊ n നമ്പർ ഓഫ് മോൾസിൽ ഇപ്പൊ എന്തായാലും അടുത്ത n നമുക്ക് എത്ര? 284 ബൈ 154 ഇൻറ്റു 30.5 ഇത്രയും കിലോജൂൾ ആണ് വരുന്നത്. നമുക്കിത് എത്രയാണ് വരിക? 56.2 കിലോജൂൾ. ഇത്രയാണ് ഇവിടുത്തെ ഹീറ്റ് അറ്റ് എന്താണ് ഹീറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എത്ര? എന്തായാലും ചേഞ്ച് ആണ്. ഓക്കെ, ഇത്രയാണ് എന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനോട്ട്. ഫോർ ഇൻഡിപെൻഡന്റ് പ്രോസസ് 300. അപ്പൊ 300 കെൽവിനിൽ നമ്മൾ 4 ഡിഫറെന്റ് റിയാക്ഷൻസ് നടക്കുന്നു. ഇതിനകത്ത് എത്ര നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഉണ്ടെന്നാണ് ചോദ്യം. നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ഇതിനകത്ത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ പ്രോസസ് പ്രോസസ് എ. അവിടുത്തെ ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ് അല്ലേ? ഇവിടുത്തെ ഡെൽറ്റ എച്ച് എത്രയാണ്? -25 കിലോ ജൂൾ ആണ്. $25,000 മൈനസ് ടെമ്പറേച്ചർ 300 ഇൻറ്റു ഡെൽറ്റ എസ് എന്ന് പറയുന്നത് -8. പക്ഷേ ഇത് -25,000 മൈനസ് കൂടെ പ്ലസ് ആണ്, പ്ലസ് 24,000. പക്ഷേ ഇത് -1000. ഓക്കെ, ഇനി ബിയുടെ നോക്കാം. അപ്പോൾ ഡെൽറ്റ ജിയുടെ കാര്യം എത്രയാ? -22,000 മൈനസ് 300 ഇൻറ്റു ഇത്രയാണ് തന്നേക്കുന്നത് 40. ഇത് രണ്ടും മൈനസ് ആണ്. മൈനസ് ആയതുകൊണ്ട് ഇത് എന്തായാലും നെഗറ്റീവ് ആകത്തുള്ളൂ. എന്നാലും നമുക്ക് ജസ്റ്റ് വാല്യൂ എഴുതാം. നമുക്ക് -34,000 വരും. സി എന്താണ്? 25ഉം -50. 25 -25,000 പ്ലസ് മൈനസ് കൂടെ പ്ലസ് ആവും, പ്ലസ് 15,000 വെച്ചാല് -10,000. ഇനി ലാസ്റ്റ് പ്രോസസ്സിന്റെ ഡെൽറ്റ ജി 22-20. ഇത്ര നമുക്ക് എല്ലാത്തില്ല പ്രോസസ്സിന്റെയും ഡെൽറ്റ ജി വാല്യൂ കിട്ടി. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് മൈനസ് പ്ലസ്. ഓക്കെ, അപ്പം നമുക്ക് ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് എത്ര നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ഉണ്ടെന്നാണ് നോക്കാം. അപ്പൊ ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ 0 ഉള്ള എത്ര പ്രോസസ് ഉണ്ട്? നമ്മുടെ സിയും ഡിയും. ഇത് രണ്ടും എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് ഡെൽറ്റ ജിയുടെ വാല്യൂ. അപ്പൊ അതിനകത്ത് 2 നോൺ സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് ഉള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം.
When 600 ml of 0.2 molar HNO3 is mixed with 400 ml of 0.1 molar NaOH solution in a flask, the rising temperature of the flask is. നമുക്ക് എന്താണ് ഒരു സ്ട്രോങ് ആസിഡും ഒരു സ്ട്രോങ് ബേസും കൂടെ നമ്മൾ തമ്മിൽ റിയാക്ട് ചെയ്യണം. സ്ട്രോങ് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്താലും എന്താണ് ന്യൂട്രലൈസേഷൻ സംഭവിക്കുന്ന അറിയാം. നമുക്ക് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു മോൾ ആസിഡും ഒരു മോൾ ബേസും കൂടെ റിയാക്ട് ചെയ്ത് സ്ട്രോങ് ആസിഡ് ബേസും കൂടെ റിയാക്ട് ചെയ്താൽ ന്യൂട്രലൈസേഷനിലൂടെ 57 കിലോ ജൂൾ പെർ മോള്, അതാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അത്രയും ഹീറ്റ് റിലീസ് ചെയ്യും. ആ ഹീറ്റ് ഉപയോഗിച്ച് എന്താണ് നമുക്ക് സൊല്യൂഷനുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ കൂടും. ആ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ എത്രയാണ് ചോദിച്ചേക്കുക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷന് എന്താണ് ഹീറ്റ് അബ്സോർബ് ബൈ വാട്ടർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം എത്ര മോൾസ് ഓഫ് ആസിഡും ബേസും ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ആ ആസിഡിന്റെ HNO എത്ര നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എന്താ MV എടുക്കാം. മോളാരിറ്റി എത്രയാ? 0.2, വോളിയം 0.6 0.6 ലിറ്റേഴ്സ്. 600 ml 0.6 എന്ന് എടുക്കാം. അപ്പൊ ഇത് 0.12 മോൾസ് ഉണ്ട്. ഇനി ബേസിന്റെ NaOH എടുക്കാം. എത്ര മോൾസ് ഉണ്ട്? 0.1 മോളാർ ഇൻറ്റു 0.4 ലിറ്റർ. ഇത് 0.04 മോൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ NaOH എന്ന് പറയുന്ന ഒരു ലിമിറ്റിംഗ് റിയേജന്റ് ആണ് അല്ലേ? എന്ന് വെച്ചാൽ 0.04 മോളേ ഉള്ളൂ. HNO3 0.12 മോൾ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ 0.04 മോൾ NaOH ആയിട്ട് 0.04 മോൾ HNO3 റിയാക്ട് ചെയ്യത്തുള്ളൂ. ഇവിടെ ന്യൂട്രലൈസേഷൻ ഇവിടെ എത്ര മോൾസ് റിയാക്ട് ചെയ്യും? ന്യൂട്രലൈസേഷന് വേണ്ടി നമുക്ക് 0.04 മോളേ ഉള്ളൂ രണ്ടിന്റെ ഭാഗത്തും കൂടെ നോക്കുമ്പോൾ. കാരണം NaOH ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മോൾ ആസിഡും ബേസും കൂടി ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നതാണ് 57 കിലോ ജൂൾ പെർ മോൾ എന്നാണ്. ഇവിടെ സ്ഥലത്തിൽ മൈനസ് ഉണ്ട്. എക്സോതെർമിക് റിയാക്ഷൻ ആണ് ന്യൂട്രലൈസേഷൻ പറയുന്നത്. അപ്പം ഒരു മോൾ ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്താൽ -57 വരും. അപ്പൊ 0.04 മോൾ എന്ത് വരും? ഇവിടുത്തെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -57 ഇൻറ്റു 0.04. ഇത്രയും കിലോ ജൂൾ ആണ്. 57 കിലോ ജൂൾ ഇൻറ്റു 0.04. ഇത് -2.28 കിലോ ജൂൾ. നമുക്ക് എന്താ ക്യൂവിന് നമുക്ക് ടോട്ടൽ നമുക്ക് ഇപ്പൊ എത്ര സൊല്യൂഷൻ ഉണ്ട്? സൊല്യൂഷൻ നമുക്ക് എത്ര വാട്ടർ ഉണ്ട്? 600 400 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട് അല്ലേ? ആ ക്യൂ ഈക്വൽ ടു നമുക്ക് MC ഡെൽറ്റ ടി ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ക്യൂ എത്രയാ? 2.28 കിലോ ജൂൾ ആണ്, അല്ലെങ്കിൽ 2280 ജൂൾ. അത് ഈക്വൽ ടു M. നമുക്ക് 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട് എന്ന് വെച്ചാൽ എത്രയാ? ലിറ്റർ സൊല്യൂഷൻ നമുക്ക് ഏകദേശം 1 ലിറ്റർ വാട്ടർ ആയിട്ട് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ 1000 ഗ്രാം വാട്ടർ ഉണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്നിരുന്നത് പെർ ഗ്രാമിലാണ് തന്നത്. അപ്പൊ നമുക്ക് മാസ് ഗ്രാമിൽ തന്നെ ഇടും. അപ്പം 1000 ഗ്രാം ഇൻറ്റു സിയുടെ വാല്യൂ നമുക്ക് എത്ര തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 4.2 ആണ്. 4.2 ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എത്രയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്? അപ്പൊ ഡെൽറ്റ ടിയുടെ വാല്യൂ എന്ത് വരും? 2280 ബൈ 4200. നമുക്ക് 0.5428. നമുക്കത് 54.28 ഇൻറ്റു 10⁻². ഇങ്ങനെ എഴുതിയതിന്റെ കാരണം എന്താ? നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പിലാണ് തന്നിരിക്കുന്നത്. ഇപ്പുറത്തൊരു 10⁻² ഉണ്ട്. ആ രീതിയിൽ നമുക്ക് ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആ ബ്ലാങ്കിൽ 54.28 എഴുതാം. ഓക്കെ, നമ്മൾ തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു.